designed for the people of the country. നമ്മുടെ ഡെമോഗ്രാഫിക് ഡിവിഡൻഡും അങ്ങനെയുള്ള അംശങ്ങളെല്ലാം പരിശോധിച്ചാൽ 2070 ഒരുപക്ഷെ നേരിടാൻ സാധ്യതയുള്ള ഒരു സന്നിഗ്ധാവസ്ഥ, അതിനെയും കൂടി തരണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് രൂപകൽപ്പന ഇത് 2070 വരെയുള്ള ബഡ്ജറ്റിന്റെ തുടക്കമാണ് കുറിച്ചിരിക്കുന്നത്. കേന്ദ്ര ബജറ്റിനെതിരെ വിവാദമുണ്ടാക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 10 കൊല്ലം ഒന്നും ചെയ്യാതിരുന്നവർ ഇലക്ഷന് തലേ ദിവസം ഉണ്ടാക്കുന്ന വിവാദമാണിതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 10 കൊല്ലം ഭരിച്ച UPA കാലത്ത് 42,000 കോടിയും നരേന്ദ്രമോദി കാലത്ത് 1.8200 കോടി രൂപയുമാണ് കേരളത്തിന് ലഭിച്ചത്. പക്ഷേ ഇത്രയും വലിയ തുക ലഭിച്ചിട്ടും കേരളത്തിൽ ഒരു വികസനവും കൊണ്ടുവന്നില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 10 കൊല്ലം ജനങ്ങൾ വിശ്വസിച്ചൊരു അവസരം കൊടുക്കുമ്പോൾ ഏത് നാടിൻ്റെയും ഏത് സംസ്ഥാനത്തിൻ്റെ ഒരു സർക്കാരാണെങ്കിൽ അവരുടെ ഒരു കടമയാണ് ആ 10 കൊല്ലത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, ജനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുക, നാടിൻ്റെ സാധ്യത യാഥാർത്ഥ്യമാക്കുക. ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇലക്ഷൻ്റെ 10 ദിവസം മുമ്പ് എന്താണ് ചെയ്യേണ്ടത്? അവര് ചെയ്യുന്നില്ല, അവര് തരുന്നില്ല, മറ്റൊരു തരുന്നില്ല. അപ്പോൾ അതാണ് ഈ വിവാദം. പത്തനംതിട്ട അടൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓർത്തഡോക്സ് സഭ കടമ്പനാട് ഭദ്രാസനാധിപൻ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം പ്രവേശിച്ചത് ആചാരലംഘനമല്ലെന്ന് ഹൈക്കോടതി. നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് ഹർജി തള്ളിയത്. പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഭക്തനായ സനൽ നാരായണൻ നമ്പൂതിരിയാണ് ഹൈക്കോടതി